പാകിസ്ഥാനുമായി സമ്പൂർണ്ണ യുദ്ധം തുടങ്ങിയാൽ 4 ദിവസം പാകിസ്ഥാന്റെ തല തെറിക്കും. പാകിസ്ഥാനിലേക്കുള്ള എണ്ണവരവും കടലിൽ ഇന്ത്യ തടയും. എണ്ണയും ആഹാരവും വെളിച്ചവും ഇല്ലാതെ പാകിസ്ഥാൻ വിശന്നു കൂരിരുട്ടിലാകും. യുദ്ധവിമാനം സ്റ്റാർട്ടാക്കാൻ പെട്രോൾ കിട്ടില്ല. ആയുധങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ ഇന്ധനം കിട്ടില്ല. 2 യുദ്ധത്തിൽ പാകിസ്ഥാനെ നിലം വരിശാക്കി തോറ്റു തൊപ്പിയിടിപ്പിച്ച വിമുക്ത ഭടന്മാർ കർമ്മ ന്യൂസുമായി അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അവരുടെ പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുന്നു. പാകിസ്ഥാൻ യുദ്ധം ചെയ്യാൻ കടം ചോദിച്ച് ലോകബാങ്കിലെത്തി. പാകിസ്ഥാന് യുദ്ധം ചെയ്യാൻ ലോൺ വേണം. ലോകത്തെ വിചിത്ര ആവശ്യം. വിമുക്ത ഭടന്മാരുടെ പ്രതികരണങ്ങളിലേക്ക്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ ലോണിന് അപേക്ഷിച്ചെന്ന് എന്ന് പറയുന്നത് അവർക്ക് ഈ യുദ്ധം ഉണ്ടായാൽ യുദ്ധത്തെ 4 ദിവസം പോലും ആ യുദ്ധത്തെ താങ്ങി നിർത്താനുള്ള ഒരു ശേഷി അവർക്കില്ല. ഇന്ധനം അവർക്ക് 4 ദിവസം കഴിയുമ്പോൾ മിക്കവാറും അവരുടെ ഇന്ധനങ്ങളെല്ലാം അവരുടെ കയ്യിലുള്ള ഇന്ധനങ്ങളെല്ലാം തീരും. അവരുടെ ആയുധങ്ങളും മറ്റു ഇതൊന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലോട്ടാണ് നീങ്ങുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരിപ്പോൾ IMFൻ്റെ അടുത്ത് വായ്പ ചോദിച്ചിരിക്കുന്നത്. യാതൊരു കാരണവശാലും IMF ഒരു യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി വായ്പ അനുവദിക്കരുതെന്നാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഏകപക്ഷീയമായ തിരിച്ചടികൾ നേരിടുകയാണ്. IMF വളർച്ചാ നിരക്ക് കുറച്ചതിന് പിന്നാലെ ലോകബാങ്കും ഇപ്പോൾ പാകിസ്ഥാന് ഗുരുതരമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് 1 കോടി പാകിസ്ഥാനികൾ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുമെന്നും ദാരിദ്ര്യത്തിന്റെ തോത് കുത്തനെ ഉയരുമെന്നുമാണ് ലോകബാങ്ക് പ്രവചിക്കുന്നത്. പാകിസ്ഥാനിൽ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം ലോകബാങ്ക് നേരത്തെ പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചാ പ്രവചനം 2.7% കുറച്ചിരുന്നു. ഈ പരിഷ്കരണത്തിനായി ആഗോള ബോഡി പാകിസ്ഥാനിലെ കർശനമായ സാമ്പത്തിക നയങ്ങളെ ഉദ്ധരിച്ചിട്ടുണ്ട്. എക്സ്പ്രസ് ട്രിബ്യൂണിന്റെ വാർത്താ പ്രകാരം രാജ്യത്തെ ഷഹബാസ് ഷെരീഫ് സർക്കാരും വാർഷിക ബജറ്റ് കവി ലക്ഷ്യം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടേക്കാമെന്നും പാകിസ്ഥാന്റെ കടബാധ്യത GDPക്ക് അനുപാതികമായി വർദ്ധിക്കുമെന്നും ലോകബാങ്ക് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം കാലാവസ്ഥാ വ്യതിയാനം പാകിസ്ഥാനിലെ മുഴുവൻ കാർഷിക ഉൽപാദനത്തെയും ബാധിക്കുമെന്നും നെല്ല്, ചോളം തുടങ്ങിയ പ്രധാന വിളകളുടെ ഉൽപാദനത്തെ ഇത് സാരമായി ബാധിച്ചേക്കാമെന്നും ലോകബാങ്ക് പറഞ്ഞതായും റിപ്പോർട്ട് പറയുന്നു. ഇതുപോലെ പാകിസ്ഥാനിലെ ഏകദേശം 10 ദശലക്ഷം ആളുകൾക്ക്, പ്രധാനമായും ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് 2025 സാമ്പത്തിക വർഷത്തിൽ ഉയർന്ന തോതിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ അനുഭവപ്പെടാമെന്നാണ് ലോകബാങ്ക് പറയുന്നത്. ലോകബാങ്കിന്റെ പുതിയ റിപ്പോർട്ട് വീണ്ടും ഔദ്യോഗിക യോഗങ്ങളിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. ഭക്ഷ്യ അരക്ഷിതാവസ്ഥ, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, യഥാർത്ഥ വേതനം കുറയൽ എന്നിവയാണ് ഈ വിഷയങ്ങൾ. വാസ്തവത്തിൽ കൃഷി, ഉൽപാദനം കുറഞ്ഞ മൂല്യവർദ്ധിത സേവനങ്ങൾ തുടങ്ങിയ ദരിദ്രർക്കായുള്ള പ്രധാന മേഖലകൾ നെഗറ്റീവ് വളർച്ച അനുഭവിക്കുന്നുണ്ട് എന്നും അതിനാൽ യഥാർത്ഥ വേതന നിരക്കും നിശ്ചലമായി തുടരുകയാണ് എന്നും അതിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ.